ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഡെസേർട്ട് ആയാലോ? ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു ഈസി ചോക്ലേറ്റ് ഡെസേർട്ടാണ്. അതിൻ്റെ ബാറ്റർ ആദ്യം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ 2 കപ്പ് പാല് എടുക്കുന്നുണ്ട്. 2 കപ്പ് പാലിന് ഒരു 3/4 കപ്പ് പഞ്ചസാര. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതുപോലെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇത് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ അത് ക്ലിയറായി കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നമുക്ക് കൊക്കോ പൗഡറിൻ്റെ കൂടെ അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത ഈ കൊക്കോ പൗഡറും മൈദപ്പൊടിയും എല്ലാം കൂടി ഒന്ന് നമുക്ക് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. വൃത്തിയായിട്ട് കലക്കിയെടുക്കണം. ഇതിൽ കട്ടകളൊന്നും പാടില്ല. അത് നമ്മൾ തിളപ്പിക്കേണ്ടതാണ്. അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ കട്ടകളൊന്നും പാടില്ല. നന്നായി കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഊണിന് ശേഷം ഒരു മധുരം കൊടുക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയുന്നുണ്ടെങ്കിൽ ഒരു മധുരം തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അധികം കുറുകാനും പാടില്ല. ഒരു മീഡിയം ഇതിൽ കുറുക്കിയെടുക്കണം. കൈയെടുക്കാൻ പാടില്ല. കൈയെടുത്താൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായി കുറുക്കിയെടുക്കണം, കട്ടകളൊന്നുമില്ലാതെ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നാലേ നമുക്കൊരു ശരിയായ രീതിയിലുള്ളൊരു ചോക്ലേറ്റ് ഡെസേർട്ട് ഇവിടെ തയ്യാറാക്കാൻ പറ്റൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് കുറുകി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് കുറയുന്നതിന് വേണ്ടി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഡെസേർട്ട് ഉണ്ടാക്കേണ്ട പാത്രം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ മാരിഗോൾഡ്, നിങ്ങൾക്ക് ഏത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഈ മാരിഗോൾഡ് ബിസ്ക്കറ്റ് നമ്മൾ പാലിൽ, ഇവിടെ ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായി ഒന്ന് മുക്കിയെടുക്കാം, ഡിപ്പ് ചെയ്ത് എടുക്കാം. നമ്മളെ ബിസ്ക്കറ്റ് ആദ്യം ഡെസേർട്ട് തയ്യാറാക്കേണ്ട പാത്രത്തിൽ അടുക്കി വെക്കുന്നു. ഈവണായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് കഷ്ണങ്ങളാക്കി വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇത് ലെയറായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലെയറായിട്ട് ഈവണായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡെസേർട്ടാണ് ചോക്ലേറ്റ് ഡെസേർട്ട്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ചോക്ലേറ്റ് കഴിക്കുന്നത്. അടുത്ത ലെയർ കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബിസ്ക്കറ്റ് പാലിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. വീണ്ടും മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ
2 3 4 ലെയറായിട്ട് നമുക്ക് പാത്രത്തിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ 3 ലെയറായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് കഴിക്കാനായാലും ഗസ്റ്റിന് കൊടുക്കാനായാലും വളരെ സ്വാദിഷ്ടമായ ഒരു ഡെസേർട്ടാണിത്. അത്രയൊന്നും ടൈമും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, നോർമൽ റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈസി ചോക്ലേറ്റ് ഡെസേർട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ തയ്യാറായി. അതിന് മുന്നേ നമുക്ക് ഇത് കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ ബിസ്ക്കറ്റ് ഒരു അധികം പൊടിക്കാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നിങ്ങൾക്ക് കറക്കിയെടുക്കാം. കഷ്ണങ്ങളായി കിട്ടുകയാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും കടിക്കുന്നത്, ബിസ്ക്കറ്റ് ഇങ്ങനെ കടിക്കുന്നത്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസി ചോക്ലേറ്റ് ഡെസേർട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ തയ്യാറായി കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈസി ചോക്ലേറ്റ് ഡെസേർട്ട് പുറത്തെടുത്തു, 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. ഇനി നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.